ഉദ്യോഗസ്ഥരുടെ അലംഭാവം പുഞ്ചകൃഷിയിറക്കിയ കർഷകരുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്നു. നെല്ല് സംഭരിച്ച വകയിൽ ഇനി കിട്ടാനുള്ളത് 12 കോടി രൂപ. 30% പാടങ്ങളിൽ ഇനിയും കൊയ്ത്ത് പൂർത്തിയാകാനുണ്ട്. ആ നെല്ല് കൂടി സംഭരിക്കുമ്പോൾ കുടിശ്ശിക 15 കോടി കവിഞ്ഞേക്കും. 52.3 കോടി രൂപ വരുന്ന 18,469 ടൺ നെല്ലാണ് സപ്ലൈകോ സംഭരിച്ചത്. 40.72 കോടി നൽകി. ഇനി 4,088 ടൺ നെല്ലിന്റെ പണം നൽകാനുണ്ട്. കോട്ടയത്ത് പാടി മാർക്കറ്റിംഗ് ഓഫീസർ ഇല്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത്. പകരം ചുമതലയുള്ള തിരുവനന്തപുരം പാടി ഓഫീസർ ഇവിടേക്ക് വരാറായില്ല. അതിനാൽ കീഴുദ്യോഗസ്ഥർക്ക് തീരുമാനമെടുക്കാനാകുന്നില്ല. സംഭരിച്ച നെല്ലിന് നൽകുന്ന PRSും ഇക്കാരണത്താൽ വൈകുകയാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമായതിനാൽ പുതിയ നിയമം നടക്കുന്നില്ല. കൊയ്ത്ത് പൂർത്തിയാക്കാത്തതിനാൽ കർഷക പ്രതിഷേധത്തെ തുടർന്ന് തണ്ണീർമുക്കം ബണ്ടിൻ്റെ 29 ഷട്ടറുകളെ തുറന്നിട്ടുള്ളൂ. 61 ഷട്ടറുകൾ തുറക്കാനുണ്ട്. പോള പൂർണ്ണമായി മാറണമെങ്കിൽ മുഴുവൻ ഷട്ടറും തുറന്ന് നല്ല ഒഴുക്കുണ്ടാകണം. സംഭരണം പൂർത്തിയാകുന്നതും വൈകിയേക്കും. ജില്ലയിലെ വലിയ പാടശേഖരമായ ജെ ബ്ലോക്ക് 9,000 തിരുവായിക്കരി പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് ആഴ്ചകളായിട്ടും സംഭരണമായില്ല. പോളശല്യം കാരണം നെല്ല് പാടത്ത് കിടക്കുകയാണ്. വേനൽ മഴയിൽ നെല്ല് നനഞ്ഞ് കിളിർക്കാനും തുടങ്ങി. പഴുക്കാനിലം കായൽ ഭാഗത്ത് കനത്തിൽ പോള അടിഞ്ഞു കിടക്കുകയാണ്. യന്ത്രം ഘടിപ്പിച്ച വള്ളം മുന്നോട്ട് നീങ്ങില്ല. പുതുപ്പള്ളി, പനച്ചിക്കാട്, വാഴപ്പള്ളി, പായിപ്പാട്, നാട്ടകം, വാകത്താനം, കോട്ടയം, കുമാരനെല്ലൂർ പ്രദേശങ്ങളിലെ സംഭരണം ഇനിയും പൂർത്തിയായിട്ടില്ല. വേനൽ മഴ ശക്തമായ നെല്ലിൽ ഈർപ്പം കൂടും. ഇതുവഴി വില കുറയ്ക്കാൻ മില്ലുകാർ രംഗത്തെത്തും. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവർ പറയുന്ന വിലയ്ക്ക് നെല്ല് കൊടുക്കേണ്ട ഗതികേടിലാണ് കർഷകർ. സംഭരണം സജീവമാക്കാതെ സ്വകാര്യ മില്ലുകൾ മെല്ലെപ്പോക്ക് തുടരുകയാണെന്നാണ് കർഷകരുടെ പരാതി. പാടത്ത് കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് മുളയ്ക്കാതെ പരിപാലിക്കാനും കർഷകന് ഇരട്ടി ചെലവാണ്. നെല്ല് സംരക്ഷിക്കാൻ അടച്ചുറപ്പുള്ള സംവിധാനവുമില്ല. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.